ട്രാവൽ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ ഇതുപോലത്തെ ആനിമേഷൻസ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസ് വെച്ച്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് വരുന്നത് മൾട്ടിഡേവ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലാണ്. ഈ വെബ്സൈറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ജസ്റ്റ് ആ സൈറ്റ് വന്ന ശേഷം ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് അസെപ്റ്റ് ചെയ്യണോ, യൂട്യൂബ് ലോങ് വീഡിയോ ആണോ ഷോർട്ട് വീഡിയോ ആണോ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം റൂട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. റൂട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ലോക്ക് ആയിട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. റൂട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമുക്ക് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയുള്ള ലോഗിൻ എന്നുള്ള ആ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് സ്ഥലമാണോ വേണ്ടത് അത് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കൊച്ചിയിൽ അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അത് സെലക്ട് ചെയ്ത് അതുപോലെ ഇവിടെ ഓൾറെഡി ഉള്ള സ്ഥലങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ആ സ്ഥലത്തിന് നേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡിലീറ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് വേണ്ടാത്തതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലം ആഡ് ചെയ്യണോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വേറൊരു സ്ഥലം ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ വേറൊരു സ്ഥലം കൂടെ ആഡ് ചെയ്ത് ഇനി ഒരു സ്ഥലം കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഡൽഹി എന്നുള്ള ആ സ്ഥലം സെലക്ട് ചെയ്ത് അതും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇത്രയും നിങ്ങൾ ആഡ് ചെയ്താൽ മാത്രം മതി. ആഡ് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് റെൻഡർ ചെയ്ത് വരുന്നതായിരിക്കും. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത ശേഷം അത് ഓട്ടോമാറ്റിക് റെൻഡറായിട്ട് വരുന്നതായിരിക്കും. റെൻഡറായിട്ട് വരാൻ നേരത്ത് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് നമ്മുടെ വീഡിയോ ഔട്ട്പുട്ട് വരുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം മാറ്റണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. സ്ഥലം മാറ്റാനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഈ സൈഡിലുള്ള ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് അസെപ്റ്റ് റേഷ്യോ ചേഞ്ച് ചെയ്യാം. പിന്നെ ആ അസെപ്റ്റ് റേഷ്യോ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല, ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുത്ത ശേഷം ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ആയിട്ട് വരുന്ന കാണാൻ സാധിക്കുന്നതാണ്. ക്രിയേറ്റ് ആയിട്ട് വരുന്ന കാണാൻ സാധിക്കുന്നതാണ്. ക്രിയേറ്റ് ആയ ശേഷം നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് MP4 ആയിട്ട് ഡൗൺലോഡ് ആയി വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.